ബോയ്സ്, ഐ ആം ഓൺ ദ സെക്കൻഡ് ഡേ ഓഫ് ബാംഗ്ലൂർ. ഇന്നലെ രാത്രി ഞാൻ ഏകദേശം ഒരു സമയത്ത് എത്തിയായിരുന്നു. എപ്പോൾ എത്തി എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ 12-11 എത്തി റൂമിൽ. പിന്നെ കിടന്നുറങ്ങി. ഇപ്പോൾ സെറ്റ് ആവാൻ എൻ്റെ വൈബൊക്കെ സെറ്റായി. ഇനി നമുക്ക് വേറെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ടെന്ന് അറിയില്ല. ഷോപ്പിങ്ങിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് സ്റ്റുഡിയോ തപ്പണമായിരുന്നു. അത് തപ്പാൻ പറ്റില്ല, നോക്കാം. നല്ല വെയിൽ. നമുക്കിന്ന് രാത്രി ഒന്ന് ഇറങ്ങാൻ വേണം. എന്നാലും നാട്ടിൽ എത്തിയിട്ട് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നാളെ ശനി, ഞായറാഴ്ച എനിക്കൊരു വീഡിയോ ഉണ്ട് അതിന് വേണ്ടി. അപ്പോൾ ഇനി ഞാൻ ശനിയാഴ്ച അവിടെ എത്തിയത്. അവന്മാരിപ്പോൾ റൂമിൽ നിന്ന് വരും. ഞാൻ ആദ്യം തന്നെ വന്ന് കാറിലിരിക്കുക. കാർ ഓൾറെഡി പുഴുങ്ങി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് എയർ ഔട്ട് ചെയ്യുക. ആരാ നോക്കി മുറ്റത്തൊരു മൈന എന്ത് ശരം എടുക്കുന്ന അത്രക്കുള്ള ജോലി വല്ലതും ചെയ്താൽ രാത്രി ഓർമ്മയില്ലേ? എന്തിന്? അവ രണ്ടാമത്തെ ദിവസം ബാംഗ്ലൂരിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? തേഞ്ഞ അല്ല, സൂപ്പർ ആയിരുന്നു. പക്ഷെ ഞാൻ തേഞ്ഞിരിക്കുന്നു. ആ വണ്ടി ടെസ്ലയാണോ? ടെസ്ലയാണ്. ഇപ്പൊ വളയത് ഇലക്ട്രിക് ആണ്. അത് ഫ്രണ്ടില് കാണാവാ. ഓ ടെസ്ല ബോയ്സ്, ഫസ്റ്റ് ടെസ്ല. ആദ്യത്തെ ടെസ്ല എക്സ്പീരിയൻസ്. ടെസ്ല മോഡൽ 3 അല്ലേ? അതിന്റെ വീല് കണ്ടാ പോരാണ് എനിക്ക് മനസ്സിലായാന്. ഒരെണ്ണമുള്ള ഇവിടെ അത് ഓൾറെഡി ടെമ്പററി രജിസ്ട്രേഷൻ ആണത്. നാട്ടിലൊക്കെ അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് മൈലേജ് 13 കാണിക്കും, 12.5 കിട്ടത്തുള്ളെങ്കിൽ. ഇവിടെ 8.5 കാണിക്കുന്ന. എനിക്ക് തോന്നുന്നു 5 വല്ലരും കിട്ടുന്ന. എനിക്ക് അതിരാവിലെ എഴുന്നേറ്റിട്ട് നേരെ വന്നത് ബാംഗ്ലൂർ ട്രാഫിക്കിലോട്ടാണല്ലോ. എന്ത് ഫോളോ ട്രാഫിക് റൂൾസ്. ഇപ്പം ഞാൻ ഫീനിക്സ് മാർക്കറ്റ് സിറ്റിയിൽ മോളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ സാറുടെ ഡ്രസ്സ് വല്ല സെയിലുണ്ടാകുന്ന നോക്കാം. ഉണ്ടെങ്കിൽ മേടിക്കാം. അല്ലെ ചെറിയ പ്രായമാണ്. നിനക്ക് ഓടിക്കുന്നത് സാറിന് ഈ സാറിന് ഇത് നടുക്കായിരുന്നു. അറിയാ, ഇത് തെലുങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന. ഈ തെലുങ്ക് നാട്ടിൽ ഒരു പോസ്റ്റർ അടിച്ചു കളയെന്നുള്ള നെയിം പ്ലേറ്റ് അടിക്കുന്ന ഒരു പണിയുണ്ട്. നല്ല ഇട്ടായിരിക്കാണ്ട് നടുക്കൊരു ഇത് ഭാഗത്ത് കുറച്ച് ഷാഡോ ഉണ്ട്. നേരത്തെ കിടന്നതിന് സെയിൽ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ മേടിക്കുന്നുള്ളൂ. അല്ലെ മേടിക്കുന്നില്ല. ഇതെങ്ങനെ ഉണ്ട്? 3550 രൂപ ഉണ്ടെന്ന് തോന്നുന്നു. ഇവനെന്താണ് ചെയ്യുന്നത് ഇവിടെ? എന്ത് പറ്റി? സ്പ്രേ എടുത്തടിക്കുക, ഫ്രഷ് ആയിട്ട് ഇറങ്ങുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് അവിഞ്ഞ മണം ആക്കണ്ട. സ്മെല്ല് ഇപ്പൊ കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാത്തിനും പ്രൈസ് പോയ സെയിൽ നടക്കുമല്ല. അതാ 4950 നമ്മളിതിലെ ചിലവാക്കിയതിന്റെ ഒരു 50 രൂപ. 50 രൂപ? ഓ, ഇത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ കൂടെ വേറെ കോസ്റ്റ്. അതൊക്കെ വേറെ സെപ്പറേറ്റ് കോസ്റ്റാ. അതെത്രയാ? അതൊരു 3000 അത്രേ ഉള്ളൂ. എല്ലാ ചലഞ്ചും ഇവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാ ചാലഞ്ചും ഒരു പ്ലേസിൽ തന്നെ ഇരിക്കുന്നു. വല്ല മിസ്സൗട്ട് കുറെ സാധനങ്ങളുണ്ടല്ലേ. ചായ പോയിന്റ്, കോസ്റ്റ കോഫി, ക്രിസ്പി ക്രീം ചെയ്തിട്ടില്ല കേട്ടാ. കുക്കി മാൻ, ഇതൊക്കെ ഏത് അറിയാത്ത കുറെ സാധനം. ചെയ്യണ എന്താടാ ഇങ്ങനെ നിൽക്കുന്ന? എന്റെ കിളി 2 ദിവസത്തെ കിളിയെ എന്നെ പറിച്ചത്. അതിനെ കുടിച്ചിട്ട് ഓർമ്മയില്ലേ? 2 days ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. 2 ദിവസം അൺലിമിറ്റഡ് സാറിന് വരുന്ന തന്നെ 700 സംതിങ്. ഇവരെ കൂട്ടി വില കൂട്ടിട്ട് വില കുറച്ച് കാണിക്കുന്നല്ലോ. ഇവിടെ ബാർബിക്യൂ നേഷൻ ഉണ്ട്. പക്ഷേ ഞാൻ അവിടെ നിന്ന് കഴിക്കാം. അവിടെ അൺലിമിറ്റഡ് ബഫേ ആണല്ലോ. ഞാൻ വേണമെങ്കിൽ 1050 രൂപ ഒരാൾക്ക്. അത് വേണേൽ കഴിച്ച് ഞാൻ എന്റെ പൈസ സെറ്റ് ആക്കി എടുക്കും. പക്ഷെ ഇവന്മാരാക്കോ ഇല്ലെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നീ കഴിക്കുക? അക്ഷയ കഴിക്കത്തില്ല ചിലപ്പോ. ആന്നേ, അവന്റെ വണ്ണം കുറഞ്ഞോണ്ടിരിക്കുക. നീ പറ. നിന്റെ നിപ്പില് കുറഞ്ഞോണ്ടിരിക്കുക അവന്റെ. ഞാൻ ഫൈനലി ബാർബിക്യൂ നേഷൻ തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. എന്തായാലും നോൺ വെജ് കുറെ കഴിക്കണ്ടേ. എന്റെ വയറും പറയാൻ ഇത് തന്നെ മാർഗം. ഫുഡ് ഫുള്ളും കഴിച്ച് തീരുമാനമാക്കണം കേട്ടാ. അവര് പാനിപ്പൂരി കൊണ്ടുവന്നിരിക്കുന്നത് കഴിക്കാൻ പറ്റത്തില്ല. കാർണിവർ ആയതുകൊണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എന്ത് കഷ്ടമാണോ എനിക്ക്. കരിയിപ്പിക്കാനൊക്കെ സാധനം എത്തിയിരിക്കുന്നു. പൈസക്കുള്ള വേർത്ത് ഫുള്ളും കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ചൂട് ഈ സാധനം ഇരിക്കുന്നോണ്ടാ. വെജ് കബാബ് ആണെന്ന് തോന്നുന്നത്. എനിക്കിതൊന്നും വേണ്ട. ഇനിയാണ് നോൺ വെജ് വരുന്നത്. ഒരേ ആൾക്ക് 1000 രൂപയാ കേട്ടല്ല. 1000 കൂടുതലാണ്. കഴിച്ച് തീർത്തിട്ട് പോകാൻ ഇവിടുന്ന്. എന്നാ വിങ്സ് കഴിയും. തന്ന് എല്ലാം കഷ്ണമാക്കിയിട്ടുണ്ട്. ഇന്ന് എത്ര കഴിക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് വിളിക്കാം. ഇനി അവൻ നോൺ വെജ് പറഞ്ഞു തരുന്നതുകൊണ്ട് എനിക്ക് ചിക്കനാണെന്ന് തോന്നുന്നു. ചിക്കനാണ്. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാ. അതുകൊണ്ട് മോനെ പൈസക്കുള്ള കഴിച്ചിട്ട് പോകത്തില്ല. അടുത്ത ഐറ്റം വന്നിരിക്കുകയാണ് ഒരു കാലും പിന്നെ ഇത് സോസേജിന്റെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇവര് കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിച്ചു തീർക്കും.
അപ്പൊ അടുത്ത് തീർന്ന് കുറെ ഏറെ കഴിക്കാനുണ്ട് നോക്കി പോയിച്ചു. അടുത്ത ഫുഡ് ഓരോ നേരം കഴിച്ച് തീർന്നിട്ടേ ഉള്ളു. ഇത് മീനാണെന്ന് തോന്നുന്നു അടുത്തത്. കഴിച്ച് തീർക്ക് ട്രെയിനറെ. ഇതൊക്കെ എന്ത് ഇതൊക്കെ താരം. കുറേയേറെ ഫുഡ് തന്നെ കുറഞ്ഞു തുടങ്ങി. ഇപ്പം നിങ്ങൾ തന്നെ അവസാനം കണ്ടിട്ട് പറയുക നമ്മൾ ആവശ്യമുള്ള കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന്. അടുത്ത മീൻ എത്തിരിക്കുകയാണ്. അവിടെ കുറെ വേറെ മെയിൻ ഡിഷ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നോൺ വെജ് മാത്രമാണ്. നമുക്ക് പ്രോൺസ് ഒക്കെ വരിച്ചോണ്ടേ ഇരിക്കുക, വന്നോണ്ടേ ഇരിക്കട്ടെ. വേവിക്കും, നീ കഴിച്ചാൽ മതി. വേവിച്ചാണല്ലോ. ആ അല്ലെങ്കിൽ നീ പിന്നെ കഴിച്ചല്ലേ. അടുത്ത പ്രോൺസ് വന്നിരിക്കും. നീ ഫുള്ള് എടുത്ത് കഴിച്ചേ, എല്ലാം പ്ലേറ്റിലോട്ട് അയക്കും. പുകയ്ക്കുവാണല്ലോടാ നീ. നീ തന്നെ കഴിക്കും. പിന്നെയും വരട്ടെ പ്രോൺസ്. അവന് കഴിപ്പിച്ചോ, അവനെ കഴിപ്പിച്ചിട്ട് ഉള്ളെന്ന്. ചത്ത് കഴിക്കുന്നതാടാ ഇങ്ങനെ ഉന്മേഷത്തിൽ കഴിക്കുന്നത് ശ്രദ്ധിച്ചിട്ട്. ട്രെയിനറിന് എനിക്ക് ഡൗട്ടാണ്, ട്രെയിനർ കംപ്ലീറ്റ് ചെയ്യോ ഇല്ലേ. എന്തായാലും ഞാൻ ഇനി എന്റെ തടി മാത്രം നോക്കുകയാണ്. ഉള്ള ചെലവാക്കിയ പൈസ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. നീ അത്രയ്ക്ക് പറയണം. നീ എന്റെ ഉള്ളിൽ ഇട്ടായിരുന്നു. അടുത്ത ചിക്കന്റെ സെഷൻ എത്തിയിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കേണ്ടി വരും പോയതെല്ലാം. അടുത്ത പ്രോൺ സെഷൻ എത്തിയിരിക്കുന്നു. ഞാൻ എന്റെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ അക്ഷയ പൊളിയാൻ പോവുക. കഴിക്കുന്നില്ലെന്നാണോ കഴിക്കുമെന്നാണ് ഇതൊക്കെ എന്ത്? ഞാൻ ഫുള്ളും കഴിച്ചു തീർന്നു. പിന്നെയും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവര് ചിക്കൻ വെച്ച് വേറെ ഇറക്കാൻ നോക്കുകയാണ്. പക്ഷെ ഞാൻ നടക്കത്തില്ല മോനെ. ഞാൻ പ്രോൺസും മീനേയും പിടിക്കുന്നുള്ളൂ. ചിക്കനൊക്കെ ഒരു 200-250 രൂപയാണ് 1 കിലോക്ക്. അപ്പൊ 2 കിലോ കൂടി എനിക്ക് കഴിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് പ്രോൺസും മീനും. അടുത്ത പ്രോൺസ് എത്തിയിരിക്കുന്നു. ഈ 4 പ്രോൺസ് കഴിച്ചാൽ എത്ര രൂപയായിരിക്കും? ഫിഷും പ്രോൺസും മാത്രം എടുക്കുവാണ് ഇപ്പൊ. ഇനി ബാലു നീ കഴിക്കുക, നീ കഴിച്ചിട്ട് പോകാൻ വിടുന്നത്, അല്ലെങ്കിൽ പോകേണ്ടി വിടുന്നത്. അമ്മമാരുടെ ഒക്കെ പ്ലേറ്റിനകത്ത് ഒരു മട്ടനെ ആഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അമ്മമാരുടെ നിങ്ങൾ കണക്ക് കൂട്ടാൻ പറ്റുന്ന അറിയില്ല. എൻ്റെ എന്താണെന്ന് ചോദിക്കാൻ ഞാനിവിടെ കണക്കാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയും ഞാൻ 1000 രൂപയ്ക്ക് കഴിച്ചില്ല. പിന്നെ മീൻ കഴിക്കാം. എനിക്ക് ചെറുതായിട്ടൊക്കെ ഫീൽ ആയി തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ വയ്ക്കാതില്ല. ഈ അടുത്ത കബാബ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് എത്ര കബാബ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. മട്ടൺ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. ഇതിൽ കൊണ്ടുവന്ന് തരുന്ന മീനിന്റെ പേര് ബാസുവാണ്. ബാസു എന്നാണ്. ബാസു 500 രൂപ 400 രൂപയാണ് തോന്നുന്നത്. അല്ല എനിക്ക് തോന്നുന്നു നമുക്കിത് കഴിച്ച് ഏകദേശം ഒരാൾക്കൊരു 1000 10 രൂപയ്ക്കും കഴിക്കണം. 3000 എത്രയാണ് കൊടുക്കുന്നുണ്ട് ഇവിടെ. അടുത്ത വന്നിരിക്കുകയാണ്. അടുത്ത സെറ്റ് നടക്കുക. പറ പിന്നെന്താ? എടുക്ക്. മോന്തൊക്കെ എന്തായാലും ഉന്മേഷമായിരുന്നു. ഇപ്പൊ അതൊന്നും കാണുന്നില്ല. ഇവരെന്തോ സോസ് അടിച്ചിട്ട് എനിക്ക് മടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ലിമിറ്റ് എത്താറായി ബോയ്സ്. അത് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞ ആ പാത്രം. പക്ഷെ എന്നാൽ എനിക്ക് തോന്നുന്നില്ല 1500 ആയി കാണും ചിലപ്പോൾ. എല്ലാവരും കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചാൽ 2 സ്കൂപ്പ് കൊണ്ടൊന്നും ആകാൻ പോകുന്നില്ല. നീ 2 സ്കൂപ്പ് ഇനി എടുത്തിട്ടുണ്ടതാ. പ്ലേറ്റ് വെറുതെ കൊണ്ടെന്ന് വെച്ചല്ലടാ. എന്താ തോൽവി സംഭവിച്ച? ഇതിനെക്കാട്ടും നല്ല ഞാൻ പുറത്തു വല്ല ഫുഡ് മേടിച്ചിട്ട് ഇത്ര നഷ്ടമില്ലായിരുന്നു ഇവിടെ. അത് കുടിക്കുന്ന വെള്ളമല്ല, കൈ കഴുകാനാ. അക്ഷയന്റെ പകുതി വഴി ഇട്ടിരിക്കുന്ന ഫുഡ് മതിയാ. കഴിച്ചല്ല നീ? ഇതിനെക്കാട്ടും നല്ല പോലെ കല്യാണം കഴിച്ച് മതിയായിരുന്നു. വാൻ ഡേറ്റ് ആയിരുന്നു. ഇനി ഇവിടുന്ന് നമുക്ക് നാട്ടിലോട്ട് പോവാം. വീഡിയോ കുറെ ചെയ്യാനുള്ളതാണ്. ഞാൻ സ്റ്റുഡിയോ തപ്പോന്ന് പറഞ്ഞില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഹിന്ദിക്കാരെ തപ്പിപ്പിടിച്ച് ഇവിടുത്തെ സ്റ്റുഡിയോ ചെയ്യുന്നതൊക്കെ വളരെയധികം ടാസ്ക് ആയിരിക്കും. അപ്പം നാട്ടിൽ തന്നെ എങ്ങനെയും ഹിന്ദിക്കാരെ വെച്ചിട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് അതാണ് ഫീസിബിൾ. അല്ല എപ്പോഴും എറണാകുളം വന്ന്, എറണാകുളമല്ല ബാംഗ്ലൂർ വന്നൊക്കെ ചെയ്യുന്നത് ടാസ്ക്കാണ്. ക്യാമറ ഗിയർ എല്ലാം വലിച്ചു കയറി കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എന്തായാലും നാട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ നോക്കാം. ഹിന്ദിയിൽ പോപ്പ് ദ്വീലിനൊക്കെ ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയാണ്. ഇപ്പം ഹിന്ദി സംസാരിക്കാൻ നല്ലതായിട്ട് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോപ്പ് ദ്വീലിൽ വരാം. അങ്ങനത്തെ കുറേ വീഡിയോസിനകത്ത് ഹിന്ദിയിൽ വരാം. അപ്പോൾ നിങ്ങൾ പറയാൻ കമന്റിൽ ഹിന്ദി സംസാരിക്കാൻ അറിയണം.